നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷ്രിംപ് 65. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത ചെമ്മീൻ 1 കിലോഗ്രാം, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കടലമാവ് 4 ടേബിൾ സ്പൂൺ, ഓൾ പർപ്പസ് ഫ്ലവർ 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, മുട്ട 1 ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഷ്രിംപ് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിംപിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, എടുത്തു വച്ചിരിക്കുന്ന മുട്ട, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ഷ്രിംപ് അറ്റ്ലീസ്റ്റ് 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഷ്രിംപ് ഇപ്പോൾ 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ മാരിനേറ്റ് ചെയ്ത ഷ്രിംപ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഇതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ഷ്രിംപ് ഇട്ട് കൊടുക്കുക. ഷ്രിംപ് ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു പേപ്പർ ടവൽ ഇട്ട പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കോരി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഷ്രിംപ് 65 റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഷ്രിംപ് 65 റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.